ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. പ്രാസിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഫ്ലൈറ്റിൽ വണ്ടി കയറ്റുന്നത് അങ്ങനത്തെ ഒക്കെ നല്ല ഇഷ്ടമാണ്. പലതാനാണ് ഒരാഗ്രഹം. അപ്പം നമ്മളെ ഇതാട്ടോ നമ്മളെ ടോയ് എൻജിനീയറിംഗ് ഡിഫോമബിൾ ട്രാക്കാണ്. ഇത് നമ്മുടെ കാർസൊക്കെ കയറ്റുന്ന ഇതൊരു ഫ്ലൈറ്റാണ്. ഇതിൻ്റെ അടിയിൽ റോഡുണ്ട്. വേറെന്താ സാധനം ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇത് പറയുന്നത് നമുക്ക് ഒരു റോഡ് എയർക്രാഫ്റ്റ്. ഇത് ഇവിടെ ഇതാണ്. ഇതാണ് സ്റ്റിക്കേഴ്സ്. ഫസ്റ്റ് ഞങ്ങളിത് മൊത്തത്തിൽ ഫിറ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൂടെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ സ്റ്റിക്കേഴ്സാണ്. റാസിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫിറ്റിങ് കാര്യങ്ങളെല്ലാം. ഇതൊരു കാർഗോ ഫ്ലൈറ്റാണ്. നല്ല ഭംഗിയുണ്ട്, നമുക്കിത് ഫിറ്റാക്കാനൊക്കെ പറ്റും. 2 ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇതൊരു സെറ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിൽ റോഡ് വരുന്നത്. അതിൽ കൂടി നമുക്ക് ടേക്ക് ഓഫ് ഒക്കെ ചെയ്യാം. ഇതിൻ്റെ കൂടെ 2 ട്രക്ക് പോലത്തെ 2 കാർസും ആംബുലൻസൊക്കെ പോലത്തെ, പിന്നെ ഇതിൽ ഒരു ഹെലികോപ്റ്ററൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ആ പിക്ചേഴ്സൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അവിടെ കുറേ എയർപോർട്ടൊക്കെ പോലെ ഇതിൽ പിക്ചേഴ്സ് ഉണ്ട്. അപ്പം നമുക്കിത് മൊത്തത്തിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും അവിടെ പാർക്കിംഗ് ഉണ്ട്. അതാണ് ഒരു ട്രക്ക് പോലത്തെ കാറ്. പിന്നെ കുറേ ലൈറ്റ്സ് നമ്മൾ എയർപോർട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ഒരു ലൈറ്റ് പോലെ അതുണ്ട്. നമുക്ക് ഈ ഒരു സ്ക്വയറിൽ നിന്ന് നമുക്ക് അതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു സ്ക്വയർ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ലൈഡ് ഉണ്ട്. നമുക്ക് ഈ ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് കാർസിനെ ഇങ്ങനെ ഇറക്കാം. നമുക്ക് വേണമെങ്കിൽ വേറെ കാറുകളൊക്കെ വെക്കാം കേട്ടോ. അവിടെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് കയറാനൊക്കെ പറ്റും. ഹെലികോപ്റ്റർ നമുക്ക് ആ ഫ്ലൈറ്റിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റും. ചില ഫ്ലൈറ്റ് ഉണ്ട് നമുക്ക് മൊത്തത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ ഇത് അങ്ങനെയല്ല, നമുക്ക് കുറച്ച് ഫിറ്റ് ചെയ്യാനുള്ളൂ. ഇത് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുന്നതാണ് കൂടുതലുള്ളത് കേട്ടോ. പിന്നെ റാസിൻ്റെ അടുത്ത് കുറേ കാർസൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവന് ഇതിലേക്കിട്ട് കളിക്കാനാണ് അവനിത് വേണ്ടത് ശരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ആ ഫ്ലൈറ്റിൻ്റെ ചിറകെല്ലാം അങ്ങനെ ഊരിയെടുക്കാനൊക്കെ പറ്റും. അവിടെ കുറേ കാർസിൻ്റെ പിക്ചേഴ്സ്, ലോറീസിൻ്റെ പിക്ചേഴ്സൊക്കെ ആ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്, ആ ഒരു റോഡിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടതാ ഞാൻ പറഞ്ഞ 2 യൂണിഫോം ഇട്ട 2 ആൾക്കാർ കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെയുള്ള കുറേ സ്റ്റിക്കേഴ്സും കുറേ ബോർഡുകളുണ്ട്, സിഗ്നലുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമുക്ക് ആ ഒരു സ്ലൈഡിങ്ങിൻ്റെ സ്ഥാനത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. അത് കാറിനെ നമ്മളിങ്ങനെ ഇറക്കാൻ വേണ്ടിയാണ് കേട്ടോ സ്ലൈഡ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഫിറ്റാക്കി തീരാറായി. നമുക്ക് ഫിറ്റാക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ മൊത്തത്തിൽ സ്റ്റിക്ക് ചെയ്യണം. ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ സ്റ്റിക്കിംഗ് ആണ്. നമ്മൾ ഏതിലേക്ക് സ്റ്റിക്ക് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഗൈസ്. റാസിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മനസ്സിലാവാത്ത എല്ലാതും അവനക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനിടയ്ക്കിടയ്ക്ക് ഞങ്ങളോടൊക്കെ പറയലുണ്ട്, നിങ്ങൾക്കറിയോ ഫ്ലൈറ്റിനെ കുറിച്ച്, ഫ്ലൈറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരാൾക്ക് പൊക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഫിറ്റാക്കണം. അപ്പോൾ അവനവിടെ ഫ്ലൈറ്റിൻ്റെ കളിയിലാണ്. അതിൽ നമുക്ക് കാർസിനൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഈ സ്ലൈഡ് എവിടെ വെക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ബാക്കിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് അവിടെയല്ല, ഒരു സ്പേസ് ഉണ്ട് അതിൻ്റെ ബാക്കിലായിട്ട്. പക്ഷേ ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു കേട്ടോ.
സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചൊക്കെ തീർന്നു. പക്ഷേ ഒരു സ്റ്റിക്കർ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് ശരിക്കും സ്ലൈഡുമിലായിരുന്നു ഒട്ടിക്കാണ്ടിരുന്നത്. പിന്നെ എനിക്കാണ് മനസ്സിലായത് ഒരു ആരോ പോലത്തെ സ്റ്റിക്കറായിരുന്നു കേട്ടോ അത്. പിന്നെ 2 കാർസ് ഇതിൽ വരുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ലേബൽ എങ്ങനെയാണെന്നൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കിയിട്ടാണ് ചെയ്തത് കേട്ടോ. ഇതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. രാജൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ ലാസ്റ്റ് ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. കുറേ ദിവസമായി ഫ്ലൈറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മളിത് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഇത് സെറ്റാക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട്.